BP നേരത്തെ എത്തിയോ? അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല താൻ അല്ലേ? അതുകൊണ്ടാണല്ലോ എവിടേക്കാണെന്ന് പോലും പറയാതെ ഇറങ്ങിപ്പോയത്. നിന്നേ, പോയിട്ട് എന്തായി? അപ്പുനെ കണ്ടോ? അതിന് ഞാൻ പോയത് അപ്പുനെ കാണാനാണെന്ന് BP-യോട് ആര് പറഞ്ഞു? അപ്പുനെ കാണാനല്ലെങ്കിൽ പിന്നെ ആരെയാ? അമ്പിമാമനെ. BP-ക്ക് എന്ത് പറ്റി? ഞാനിവർ രണ്ടാളെ കാണാൻ പോയതല്ല. എങ്കിൽ പിന്നെ ആരെ കാണാനായിരുന്നു? വെളിപാട് കൊണ്ടതുപോലെ ഞാനിവിടെ ഇല്ലാത്ത നേരം നോക്കി നിന്നു ഹെൽപ്പിന് ഇറങ്ങിപ്പോയത്. ഷോപ്പിങ്ങിനൊന്നുമില്ലല്ലോ. ഇനി അമ്പലത്തിലേക്കാണ്, ഡേയ്സിയെ കാണാനാണ് എന്നൊന്നും എന്നോട് കള്ളം പറയാൻ നിൽക്കരുത്. എനിക്ക് BP-യോട് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. അതെനിക്ക് നന്നായി ബോധിച്ചു. കള്ളം പറയേണ്ട കാര്യമില്ലെന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കി. ഇതാ, ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് ബോധം വീണത് മുതൽ താൻ എന്നോട് പറഞ്ഞത് മുഴുവൻ കള്ളമായിരുന്നു. ആദ്യമൊക്കെ എൻ്റെ അജ്ഞത കൊണ്ട് ഞാനത് വിശ്വസിച്ചു. പക്ഷേ അടി മുതൽ മുടി വരെ കള്ളങ്ങൾ കൊണ്ട് താൻ എന്നെ മൂടുകയായിരുന്നെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി തനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ലെന്ന് വിളിച്ചു പോകാൻ എങ്ങനെ സാധിക്കുന്നു തനിക്ക്? ഡോണ്ട് യു ഫീൽ അഷൈം? എനിക്കൊരു മറുപടി വേണം. എവിടെയായിരുന്നു താൻ ഇതുവരെ? ഞാൻ അഡ്വക്കേറ്റ് നന്ദകുമാറിനെ കാണാൻ പോയി. ഫോർ വാട്ട്? എന്ത് കാര്യത്തിന്? അപ്പുവിന്റെ കാര്യം അറിയിക്കാൻ വല്ലതും അമ്പിമാമൻ അയാളെ വിളിച്ചോന്നറിയാൻ. Who the hell is he? അപ്പുവിന്റെ കാര്യം അറിയാനും അറിയിക്കാനും അമ്പിമാമനും താനും ഒക്കെ അയാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം എന്താ? അഡ്വക്കേറ്റ് നന്ദകുമാറും ഈ കുടുംബം തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? താൻ പറഞ്ഞൊരു കള്ളക്കേസിൽ എനിക്ക് വേണ്ടി വാദിച്ചൊരു വക്കീൽ എന്നതിലുപരി അയാളും ഈ വീടും തമ്മിൽ എന്താണ് ബന്ധം? എവിടെയുള്ള ഒരു വക്കീലിനെ വിളിച്ചഴിച്ച് എന്റെ കുടുംബത്തിലെ ഒരു പ്രധാന ആളാക്കി മാറ്റിയത് ഗീത താൻ ഒറ്റ ഒരുത്തിയാ. എന്റെ മോൾ എവിടെയാണെന്ന് ഞാൻ അയാളോടാണ് പോയി അന്വേഷിക്കേണ്ടത്? ദിസ് ഈസ് റെഡിക്കുലസ്. ഈ വീട്ടിലെ ഗൃഹനാഥൻ ഞാനാണ്, അല്ലാതെ എവിടുന്ന പൊട്ടി വീണ ഒരു അഡ്വക്കേറ്റ് നന്ദകുമാറല്ല. BP മതിയാക്ക്. അതന്നെ ഗീത എനിക്ക് തന്നോടും പറയാനുള്ളത്. ഈ അസംബന്ധ നാടകം മതിയാക്ക്. എന്നിട്ട് എന്റെ മകൾ എവിടെയാണെന്നും അവൾക്ക് എന്താ പറ്റിയെന്നും മര്യാദക്ക് എന്നോട് പറ. എനിക്കറിയില്ല. അപ്പു എവിടെയാണെന്ന് എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നിന്നെ കുത്തി ഇങ്ങനെ ചോദിക്കുന്നത്? ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ അറിയിക്കാം. അല്ലാതെ ഇപ്പൊ BP-യോട് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു വിവരവും എന്റെ പക്കലില്ല. പിന്നെ അഡ്വക്കേറ്റ് നന്ദകുമാറിന്റെ കാര്യം, BP കരുതുന്നത് പോലെ അയാൾക്ക് ഈ ഫാമിലിയിൽ വലിയ റോളൊന്നുമില്ല. അപ്പുവിന്റെ കാര്യത്തില് അയാൾക്ക് ഇടപെടേണ്ടി വന്നത് സ്വന്തം പാരന്റ്സിനേക്കാൾ അപ്പു ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചതും ആശ്രയിച്ചതും അയാളെയായിരുന്നു. ഒരു ഏട്ടന്റെ സ്ഥാനം അപ്പു അയാൾക്ക് കൊടുത്തതുകൊണ്ട്. ഇതിലപ്പുറം BP-യെ ബോധിപ്പിക്കാൻ പറ്റിയ ഒരു ഉത്തരവും എന്റെ പക്കലില്ല. മനസ്സിലായോ? ഇനി അപ്പുവിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതൊന്നും BP-ക്ക് വിശ്വാസമായില്ലെങ്കിൽ പോലീസിൽ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, പോയി അവരോട് അന്വേഷിക്കാൻ പറ. ആതിരേ, മോളെ ആതിരേ. എന്താ നന്ദേട്ടാ? ആതിര എവിടെ നിന്നാ? ആതിര? എന്താ ഏട്ടാ? അതെ, ഞാൻ നിനക്കൊരു സർപ്രൈസ് ന്യൂസ് തരാൻ പോവാ. അതെന്തായിരിക്കും എന്ന് ഗസ് ചെയ്യാമെങ്കിൽ ഗസ് ചെയ്തോളൂ. എന്താ രണ്ടുപേരിങ്ങനെ മിഴിച്ചു നോക്കുന്നത്? എന്താണെന്ന് വല്ല ഊഹമുണ്ടോ രണ്ടാൾക്കും? ഇവളെ ഞെട്ടിക്കാൻ പറ്റുന്ന വാർത്തയാണെങ്കിൽ അത് ഉറപ്പായും ആരെക്കുറിച്ചുള്ള കാര്യമാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് ഇവള് തന്നെ ചോദിക്കട്ടെ. അപ്പുവിന്റെ കാര്യമാണ് ഏട്ടാ? യെസ്, അപ്പുവിന്റെ കാര്യം തന്നെയാ. ആ കുട്ടി എവിടെയുണ്ടെന്ന് വല്ലതും അറിഞ്ഞോ നന്ദേട്ടാ? ആളിപ്പോഴും കാണാൻ പറയത് തന്നെയാണ്, പക്ഷെ സേഫ് ആണ്. അത് മാത്രമല്ല, അപ്പുവിന്റെ സർജറിയും വിജയകരമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ആളെ പറ്റിയൊന്നും അറിയാതെ അപ്പുവിന്റെ സർജറി കഴിഞ്ഞ കാര്യം നന്ദേട്ടൻ എങ്ങനെ അറിഞ്ഞു? ആ അമ്പി സാർ വിളിച്ചായിരുന്നോ? അതെ, വിളിച്ചു.
പക്ഷെ എന്നെയല്ല, ഗീതാമേടത്തെ. ആ വിവരം ഗീതാമേടം തന്നെയാ എന്നോട് നേരിട്ട് പറഞ്ഞ്. അപ്പു സംസാരിച്ചോ ആന്റിയോട്? ഇല്ലില്ല, വിളിച്ചത് അമ്പിമാമനാ, അതായത് നമ്മുടെ അമ്പി സാറാണെന്നാ പറഞ്ഞ്. സർജറി കഴിഞ്ഞു, സേഫാണ്, പേടിക്കാനൊന്നുമില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും പണിക്കർ സാർ അത് ശ്രദ്ധിച്ചതുകൊണ്ട് മാഡം കോള് പെട്ടെന്ന് കട്ടാക്കിയെന്ന് പറഞ്ഞു. എന്തായാലും അപ്പു സേഫാണെന്ന് അറിഞ്ഞല്ലോ. എന്താ മോളെ, അപ്പുവിന്റെ കാര്യം അറിഞ്ഞിട്ടും നിനക്കൊരു സന്തോഷമില്ലാത്ത പോലെ? സന്തോഷമില്ലെന്ന് ആര് പറഞ്ഞു? ആള് നല്ല ഹാപ്പിയില്ല. എന്നിട്ടും അത് പുറത്ത് കാണിക്കാത്തത് ആളെവിടെയാണെന്ന് അറിയാത്തത് കൊണ്ടാ അല്ലേ മോളെ? അപ്പു എപ്പോഴും അപ്പുവിന്റെ വാശി തന്നെ ഉറച്ചിട്ടേട്ടാ. അതുകൊണ്ടാവും സർജറി നടന്ന കാര്യമൊന്നും എന്നെ വിളിച്ചറിയിക്കാത്തത്. അതെന്തു പറ്റി? ഇടയ്ക്ക് വെച്ച് രണ്ടാളും ഞങ്ങളറിയാതെ പിണങ്ങവലും ചെയ്തോ? ആ, അത് ശരിയാ. രണ്ടുപേരും അടയും പഞ്ചാരം പോലെ ഇരിക്കുകയും ചെയ്യും. കണ്ണു ചിമ്മുന്ന നേരം കൊണ്ട് കീരിയും പാമ്പും പോലെ ആകുന്നതും കാണാം. ഇനി ആ പിണക്കം കാരണം എങ്ങാനും ആണോ അപ്പൊ ഹോസ്പിറ്റലിൽ മാറി ആരെയും അറിയിക്കാതെ പോയി സർജറി ചെയ്തത്? ഞങ്ങൾ തമ്മില് അങ്ങനെ പിണക്കമൊന്നുമില്ല ചേച്ചി. പക്ഷേ അപ്പു ഒന്ന് സർജറിക്ക് അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ഇനി പുതിയ അപ്പുവായിട്ടെ എന്റെ മുന്നിൽ പോലും വരാൻ താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതങ്ങനെയാട്ടാ, ഇഷ്ടപ്പെട്ടവരെ മുന്നിൽ ആഗ്രഹിക്കുന്ന തരത്തിൽ എത്തുക എന്നുള്ളത് ഒരു വലിയ കാര്യമാ. അപ്പൊ അതാവും ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കുന്നത്. അത് സാരമില്ല മോളെ. ഈ മാറ്റം നീ പറഞ്ഞതുപോലെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അതിൽ നിരാശപ്പെടാനൊന്നുമില്ല. ഈ അകൽച്ച കൊണ്ട് ഇപ്പൊ തോന്നുന്ന സങ്കടം പിന്നീട് ഒരു വലിയ സന്തോഷത്തിലേക്ക് എല്ലാരെയും നയിക്കുമെങ്കിൽ അതല്ലേ നല്ലത്. കാണാമറിയാത്താണെങ്കിലും അപ്പോ നിങ്ങൾ കണ്ടൊരു സ്വപ്നത്തിലേക്ക്, അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനെ സ്വീകരിക്കാനും അംഗീകരിക്കാനും നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കാണ് വേണ്ടത്. അപ്പോ എവിടെയാണെങ്കിലും അവൻ നിന്നെ തേടി വന്നോളും കേട്ടോ. എത്ര നാളുകൾക്ക് ശേഷം ആ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടത്. അവളുടെ മാത്രമല്ല, നന്ദേട്ടന്റെ. നന്ദേട്ടൻ ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. എത്രയായി? 50. ദാ. എന്താ കമലേ, പുറത്താരെങ്കിലും വന്നാ ഒന്ന് ശ്രദ്ധിച്ചൂടെ? ഞാൻ കിച്ചണിലായിരുന്നു സാറേ. സാറിന് ഒച്ചത്തിൽ തട്ടി വിളിക്കായിരുന്നില്ലേ? ആ, എന്നിട്ട് വേണം ഈ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം കൂടി ശ്രദ്ധിക്കാൻ. അല്ല, സാറെന്താ താമസിച്ചേ? അതെ, പണ്ടത്തെ പോലെ നീണ്ടു നിവർന്ന് നെഞ്ചും വിരിച്ച് നടക്കാൻ പറ്റിയ അവസ്ഥയല്ലല്ലോ ഇപ്പോ. പരിചയക്കാരുടെ ആരുടെയും കണ്ണിപ്പെടാതെ പാത്തും പതുങ്ങി വേണമല്ലോ സഞ്ചരിക്കാൻ. എന്നിട്ട് തന്നെ മാർക്കറ്റ് റോഡിൽ വെച്ച് 1-2 പരിചയക്കാരുടെ കണ്ണിപ്പെട്ടു. മാഷെന്താ പച്ചക്കറി കടയില് എന്നൊരു ചോദ്യവും. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ അവിടെ നിന്ന് തടി തപ്പി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, അമ്പി സാറിന് ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് ഭയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ നമ്മൾ ആരെയും കൊന്നിട്ടും തട്ടിക്കൊണ്ടു വന്നിട്ടൊന്നുമില്ലല്ലോ. വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നതിന് കൃത്യമായ ഡോക്യുമെന്റ്സും ഉണ്ട്. പിന്നെ ആരെയും ഈ ഭയക്കുന്നേ? അതൊന്നും പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല കമലേ. നമ്മളിവിടെ വന്ന് രഹസ്യമായി താമസിക്കുന്നതിന് ചില കാരണങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ശ്രദ്ധക്കുറവ് മതി, പിന്നെ ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവും. അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. കൂടുതൽ രഹസ്യ സ്വഭാവം കാണിക്കുമ്പോഴാ ആൾക്കാർക്ക് സംശയം തോന്നുന്നത്.
നമ്മളിവിടെ ഉണ്ടെന്ന് ആ കുട്ടിയുടെ വീട്ടുകാരറിയാതിരുന്നാ പോരെ? വീട്ടുകാർ മാത്രമല്ല, അപ്പുവിനെ നേരിട്ടോ അല്ലാതെയോ പരിചയമുള്ള ആരും അറിയാൻ പാടില്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഈ വിവരം അറിഞ്ഞാ അത് അപ്പം തന്നെ അറിയേണ്ടവരുടെ കാതുകളിലെത്തും. ഈ അംബിസാറിന്റെ ഒരു പേടി. ഇങ്ങനെയുള്ള ആളാണോ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും മാഫിയകൾക്കും എതിരെ ജാതീയ സമരമായിട്ടൊക്കെ പോകുന്നത്? കഷ്ടം. എന്റെ കൊച്ചേ, അതുപോലുള്ള കേസാണോ ഇത്? അപ്പു ഇവിടെ ഉണ്ടെന്ന് അവളുടെ വീട്ടുകാരറിഞ്ഞാ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പിന്നെ പറയാൻ പറ്റുമോ? ഇരുട്ടും വരെ വെള്ളം കോരിയിട്ട് അന്തിക്ക് കുടവിട്ട് ഉടയ്ക്കുന്നത് പോലെ ആവും ഇത്. ഹോ, ഇത്രയും ദിവസം നമ്മൾ എങ്ങനെയെങ്കിലും കഴിച്ചുകൂട്ടി. ഇനി ഒരു 5-6 ദിവസം കൂടി പിടിച്ചു നിന്നാ ആ പാവത്തിന്റെ ജീവിതം അങ്ങ് സേഫ് ആവത്തില്ലയോ? ശരി ശരി, ഞാനായിട്ടൊന്നും പറയുന്നില്ല. ആ എങ്കി അതാ നല്ലത്. അല്ല, അപ്പു റെസ്റ്റ് എടുക്കുകയാണോ? അതെ. ആ എന്നാ ഞാൻ പോയി ഭക്ഷണത്തിന് പണി നോക്കട്ടെ. സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണം? ആ ലേശോ ഉപ്പിട്ട് ഒരു നാരങ്ങ വെള്ളം എടുത്തോ. ഞാനേ അപ്പുവിനൊന്ന് കണ്ടിട്ട് വരാം. ഓ. ആ അപ്പു, എന്താ അമ്പിമാമ ലേറ്റ് ആയത്? ഞാനേ നമ്മുടെ സർവീസ് സൊസൈറ്റി വരെ ഒന്ന് കയറിയതാ. ലേശം കാശ് അവിടെ ഉണ്ടായിരുന്നേ, അതങ്ങ് വിഡ്രോ ചെയ്തു. വെറുതെ എന്തിനാ അതവിടെ ഇട്ടിരിക്കുന്നേ? ഇപ്പോ കാശിനാണെങ്കിൽ ആവശ്യമുണ്ട്. എന്നാ പിന്നെ ഉള്ള ചില്ലറ എടുത്ത് കൈവച്ചേക്കാമെന്ന് കരുതി. എന്തിനാ ഇപ്പൊ തിരക്കിട്ട് അതെടുത്തത്? കാശ് ആവശ്യത്തിന് എന്റെ പക്കലുണ്ടല്ലോ. അമ്പിമാമൻ ആകെ സമ്പാദ്യം എന്ന് പറയാൻ ആ കാശല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതെടുക്കണ്ടായിരുന്നു. ആ ആവശ്യത്തിന് ഉപകരിക്കാനല്ലെങ്കിൽ പിന്നെ കാശ് കൊണ്ട് എന്താ കാര്യം? ആദ്യം നമ്മുടെ ഈ കാര്യം നടക്കട്ടെ, ബാക്കി കാര്യം പിന്നല്ലേ. അല്ലേലും എനിക്ക് ഡെപ്പോസിറ്റ് പരിപാടികളൊന്നും വലിയ താല്പര്യമില്ല. ഇതന്ന് പിന്നെ ഗീതയും വീപ്പിയും കൂടെ നിർബന്ധിച്ചുകൊണ്ട് ചേർന്നതാ. അതുകൊണ്ട് ലേശം ഗുണമുണ്ടായി. 10-30 ക്യാഷ് പലിശയായിട്ടിങ്ങി പോന്നില്ലേ. ലേറ്റ് ആയപ്പോ ഞാൻ കരുതി അമ്പിമാമൻ വീപ്പിയുടെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ടിട്ടുണ്ടാവും. ഹേയ്, ഞാനത് കരുതിയല്ലേ നടക്കൂ. എടോ, സത്യം പറയാലോ, എല്ലാവരെയും ഇങ്ങനെ ഒളിച്ചും പാത്തും നടന്ന് ഇപ്പൊ എന്നെ കണ്ട ഒരു കള്ളലക്ഷണം ഉണ്ടോ എന്ന് എനിക്ക് പോലും സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് ശരിയാ. ആ കാര്യം ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത്. അംബിസാറിനെ ഇപ്പൊ കണ്ട എവിടെയൊക്കെ ഒരു കള്ളലക്ഷണം ഉണ്ടെന്ന് ആർക്കായാലും തോന്നിപ്പോവും. അല്ലേ അപ്പു? പോയ കാര്യം എന്തായി അമ്പിമാമ? ഡോക്ടറെ കണ്ടോ? കണ്ടു. ഡോക്ടർ അനിൽ തോമസ് പൂനെയിലുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഡോക്ടർ സഭാപതിയാണ് അവിടുത്തെ ചീഫ് സർജൻ. ഈ ജെൻഡർ റീഅസൈൻമെന്റ് സർജറിയിൽ ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ എക്സ്പെർട്ടുകൾ ഒരാളാണ് ഈ ഡോക്ടർ സഭാപതി. അദ്ദേഹത്തിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടുക പറഞ്ഞാലേ അത് ലക്കാടോ. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ട്രീറ്റ്മെന്റ് അവിടെ ആയിരിക്കോ? അങ്ങനെ അങ്ങ് ഉറപ്പിക്കാറായിട്ടില്ല. ആദ്യം നമുക്ക് ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ട് ഒരു മെയിൽ അയക്കാം. അവിടെ നിന്ന് എങ്ങനെയാണ് അതിന്റെ റെസ്പോൺസ് എന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ അതനുസരിച്ച് ഫിക്സ് ചെയ്യാം. എന്താ പോ, അതുപോലെ? അത് മതി. മെയില് ഇന്ന് തന്നെ അയക്കാൻ മറക്കണ്ട. അതൊക്കെ ഞാൻ ഏറ്റു. ആ കമല, കാര്യങ്ങള് നമ്മൾ ഉദ്ദേശിച്ച പോലെയാണ് നടക്കുന്നതെങ്കിൽ താനും ഞങ്ങളോടൊപ്പം വരേണ്ടി വരും കേട്ടോ. എന്താ ബുദ്ധിമുട്ടുണ്ടോ? കാര്യങ്ങൾ അവിടം വരെ ആവട്ടെ അംബിസാറെ. മെയിലയക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അതിനുള്ള റിപ്ലൈ വന്നിട്ട് ആലോചിച്ച പോരെ? അതിനി അറിയാനൊന്നുമില്ല. സംഗതി നടക്കുന്ന അനിൽ ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ ഒന്ന് തയ്യാറായിരിക്കുന്നത് നല്ലതാ. അപ്പോയിന്റ്മെന്റ് കിട്ടിയ ആ നിമിഷം തന്നെ പുറപ്പെടാൻ തയ്യാറായിക്കണം. ആ ഏതായാലും അപ്പോ റെസ്റ്റ് എടുക്ക. ഞാനേ ഇന്ന് തന്നെ മെയിൽ അയക്കും. നന്ദേട്ടൻ എങ്ങോട്ടാ? എനിക്കൊരു സ്ഥലം വരെ പോകണമെന്നല്ല. താനേ ആതിരയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഡോർ ലോക്ക് ചെയ്തേക്ക്. ആര് വന്ന് വിളിച്ചാലും തുറക്കണ്ട. എന്തെങ്കിലും സംശയം തോന്നിയാ ആ വിവരം അപ്പം തന്നെ എന്നെ വിളിച്ച് അറിയിക്കാൻ വേണം, കേട്ടല്ലോ? എന്നാ ഞാൻ പോയിട്ട് വരാം. നന്ദേട്ടൻ അപ്പൂനെ അന്വേഷിച്ച് പോവാണോ? അതെ. അരവിന്ദ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ സിറ്റിയുടെ ഔട്ടറിലാണ് ഈ സ്ഥലം. എന്നാലും 1 മണിക്കൂർ കൊണ്ടുപോയി അന്വേഷിച്ച് വരാവുന്നേ ഉള്ളൂ.
അതിന്റെ ആവശ്യമുണ്ട് നന്ദേട്ട. നിളെന്താ അങ്ങനെ ചോദിച്ചേ? നന്ദേട്ടൻ അവരെ അന്വേഷിച്ച് കണ്ടെത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അപ്പൂനും അപ്പൂന്റെ കൂടെയുള്ള ആൾക്കും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അവര് വീണ്ടും ഒരു രക്ഷപ്പെടലിനെ ശ്രമിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഏയ്, അംബിസാറിനും അപ്പൂനും ഒന്നും എന്നിൽ നിന്ന് ഒളിക്കേണ്ട കാര്യമില്ലല്ലോ. അവരെപ്പോഴും ഭയക്കുന്നത് പണിക്കർ സാറിനെ തന്നെയാവും. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലെന്ന് അവരറിയിക്കുകയും ചെയ്യാം. അതുകൊണ്ട് മാത്രം അപ്പൂന്റെ പ്രശ്നം തീരുന്ന് നന്ദേട്ടന് തോന്നുന്നുണ്ടോ? പണിക്കർ സാർ അപ്പൂന്റെ ഈ മാറ്റം ഏത് രീതിയിൽ എടുക്കുമെന്നാണല്ലോ അവരുടെ പ്രധാന ആശങ്ക. അച്ഛനെന്ന നിലയിൽ അപ്പൂനെ സ്വീകരിക്കാൻ പണിക്കർ സാറ് തയ്യാറായാൽ പിന്നെ അത്തരം ആശങ്കകൾക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഒളിച്ചും പതുങ്ങിയും താമസിക്കേണ്ട ആവശ്യവുമില്ല. ഗീതാ മേഡവും പണിക്കർ സാറും ഒത്തുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് വളരെ ഈസിയായി അപ്പൂന് മടങ്ങി വരാവുന്നതേ ഉള്ളൂ. അതും അപ്പു ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക്. സമ്മതിക്കുന്നു. അപ്പൂന്റെ അച്ഛനെ അമ്മയും സംബന്ധിച്ച് ഇപ്പൊ അപ്പൂന്റെ ഈ മാറ്റത്തെ അംഗീകരിക്കാൻ അവര് തയ്യാറായിരിക്കും. പക്ഷേ അപ്പൂന് ഇപ്പൊ അവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? അപ്പു അവരെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കേണ്ട പ്രശ്നമൊന്നുമില്ലല്ലോ. എന്റെ സംശയങ്ങളാണ്. ഞാനിവിടെ വന്നതിൽ പിന്നെ ഒരിക്കൽ പോലും നമ്മുടെ ആതിരയിൽ നിന്ന് നന്ദേട്ടന്റെ അച്ഛനെയോ അമ്മയെക്കുറിച്ച് സ്നേഹത്തോടെ ഒരു വാക്ക് പോലും ഞാൻ കേട്ടിട്ടില്ല. അവര് മരിച്ചു കഴിഞ്ഞതിന് ശേഷവും അവരെ ഏൽപ്പിച്ച മുറിവുകൾ ആതിരയുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ട് മാറിയിട്ടുമില്ല. ജീവിതത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ അവളെ വല്ലാതെ എതിർത്തവരോടുള്ള വെറുപ്പും അകൽച്ചയും ഇപ്പോഴും ആതിരയിൽ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുപോലൊരു മനസ്സ് അപ്പൂനും ഉണ്ടാവില്ലേ? അച്ഛനെ അപ്പു ഒഴിവാക്കുന്നതിന് കാരണം ഉണ്ടായിരിക്കാം. പക്ഷേ അപ്പൂനൊപ്പം നിന്ന അമ്മയെ എന്തിനപ്പോ ഒഴിവാക്കണം? അതിനർത്ഥം അച്ഛനു വേണ്ടി അമ്മ അപ്പൂനെ തള്ളിപ്പറഞ്ഞ ഒരു ഘട്ടത്തിൽ അപ്പു അമ്മയിൽ നിന്ന് മാനസികമായി അകന്നു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അപ്പു എവിടെയുണ്ടെന്ന് അമ്മയോട് പോലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത്. ഞാനൊരിക്കലും നന്ദേട്ടനെ നിരുത്സാഹപ്പെടുത്തുകയല്ല. പക്ഷേ നന്ദേട്ടനായിട്ട് അപ്പുനോട് പണിക്കർ സാറിന്റെ ഈ തീരുമാനത്തെക്കുറിച്ച് പറയാതിരിക്കുന്നതാവും നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി തിരിച്ച് അവരുടെ അടുത്തേക്ക് തന്നെ പൊയ്ക്കോട്ടെ. അപ്പൂന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രമല്ലല്ലോ ഞാൻ അപ്പൂനെ അന്വേഷിച്ചു പോന്നേ. നമ്മുടെ ആതിരക്കും കൂടി വേണ്ടിയിട്ടല്ലേ? നമ്മുടെ ആതിരയ്ക്ക് വേണ്ടി നമ്മളല്ല സംസാരിക്കേണ്ടത്. ഇപ്പോഴും അവളെ ഇതൊക്കെ അറിയിക്കണോ വേണ്ടേന്നുള്ളത് അപ്പൂന്റെ തീരുമാനമാ. അല്ലാതെ നന്ദേട്ടനായിട്ട് അപ്പൂനോട് ആതിരയ്ക്ക് വേണ്ടി ശുപാർശയ്ക്ക് പോകാതിരിക്കുന്നതാ നല്ലത്. ഇത് എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. എനിക്ക് മനസ്സിലായി എന്നതാ. എങ്കിലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം. നമ്മൾ ഉദ്ദേശിച്ച പോലെയാണോ കാര്യങ്ങളെന്ന് ഒന്ന് അറിയെങ്കിലും ചെയ്യാലോ. പണിക്കർ സാറാ, ഇന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇറങ്ങട്ടെ. ശരി. ഹലോ സാർ. ഞാൻ ഇറങ്ങായി. ശരി സാർ.